അപ്പോൾ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. ഞാൻ ഒത്തിരി നാൾ വെറൈറ്റി ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണെന്ന് ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂസ് ചെയ്യുന്നത് ഡെയിലി വരെ ഞാൻ ഷാമ്പൂസ് യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് എന്താണെന്നല്ലേ പ്രോബ്ലം, സ്കാൽപ്പ് നല്ല ഡ്രൈ ആവുന്നതോടൊപ്പം ഹെയർ ഫോളും നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമേ ഹെയർ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. അതിന് നാച്ചുറൽ ഷാമ്പൂസ് ഏതാണെന്നല്ലേ പലരും പയറുപൊടി യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പയറുപൊടിയേക്കാളും എഫക്റ്റീവായിട്ട് നമ്മുടെ ഹെയറിന് സ്യൂട്ടാവുന്നത് കടലമാവ് തന്നെയാണ്. ഞാൻ 1.5 സ്പൂൺ വരുന്ന കടലമാവ് എടുക്കും. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഹെയർ തല വെറ്റായതിനു ശേഷം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യും. സ്കാൽപ്പും ക്ലീൻ ആവും, ഡാൻഡ്രഫ് കുറയുകയും ചെയ്യും, ഹെയർ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ചിലർക്കെങ്കിലും മുടി നല്ല ചക്കരി മൂല കിടക്കും ഇത് ഇട്ടതിന് ശേഷം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ കണ്ടീഷണർ വേണം. അതിനേതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ കറ്റാർ വാഴ തന്നെയാണ്. വീട്ടിലുള്ളത് വേണ്ട കേട്ടോ. അതിലെപ്പോഴും അങ്ങനത്തെ ഐറ്റംസ് എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവത്തില്ല, പലരും അത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്യുവർ വൈറ്റ് കളറിൽ വരുന്ന കളർലെസ് ആയിട്ട് വരുന്ന കറ്റാർവാഴ വേണം നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ. അങ്ങനത്തെ പ്രോഡക്റ്റ് എല്ലാം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം തല ഒന്ന് ചെറുതായിട്ട് തോർത്തിയില്ല ആ ടൈമിൽ സ്കാൽപ്പിൽ അല്ലെങ്കിൽ ഹെയർ, കറ്റാർവാഴ പ്രോബ്ലം ഒന്നുമില്ല, സ്കാൽപ്പിലായാലും ഹെയറിലായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടാം. പിന്നെ വേറൊന്നും വേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നാച്ചുറൽ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. അതോടൊപ്പം ഇന്നെൻ്റെ റുട്ടീൻ എന്താണെന്നല്ലേ ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ വരുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ലഞ്ചായിട്ട് ഡിന്നറായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അല്ലേ, ഒരു ഹാഫ് ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മാതളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് കടലയുണ്ടല്ലോ, കടല എടുത്തു. പിന്നെ നമ്മുടെ ചെറുപയർ ഒന്ന് വേവിച്ച്, കടലയും ചെറുപയറും വേവിച്ചെടുത്തതാണ്, അതെടുത്തു. കുറച്ച് കുക്കുംബർ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ, രണ്ടും കുരുമുളകും ഉലുവയും പൊടിച്ചതാണ്, അത് കുറച്ച്. പിന്നെന്താ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ഹണി, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ. കുറച്ച് ബീട്രൂട്ടും കൂടെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഹണിയും കൂടെ ആഡ് ചെയ്ത്. ബീട്രൂട്ട് വേവിച്ചതല്ല, പച്ചക്കില്ല, ഗ്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശ ഇഡ്ഡലിയൊക്കെയാണ് കഴിക്കുന്നത്. ലഞ്ച് ആൻഡ് ഡിന്നർ എന്നൊക്കെ പറയാം. ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ, കളർഫുള്ളാണ്. ഹെയറിനും ബോഡിക്കും ഹെൽത്തിനും എല്ലാം ബെസ്റ്റ് ഇത് തന്നെയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ബെസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് ഐറ്റംസ്, ഫ്രൂട്ട് സലാഡെന്നോ അങ്ങനെ എന്ത് വേണം പറയാം, ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ മറക്കരുത്, ഡെയിലി അപ്ലൈ ചെയ്ത് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പലർക്കും ഡെയിലി ഷാമ്പൂവിൻ്റെ കണ്ടീഷണറിന് ആവശ്യം വരത്തില്ല. ചിലർക്കെങ്കിലും എന്നെപ്പോലത്തെ ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് മുടി ഒട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അതിനാണ് ഞാൻ ഡെയിലി ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്തുകൊണ്ടത്. ഇപ്പോൾ 1-2 ദിവസങ്ങൾ യൂസ് ചെയ്യും, നാളെ അങ്ങനെ. പിന്നെ എണ്ണ ഡെയിലി തേക്കുന്നവരാണെങ്കിൽ ഷാമ്പൂ ഇല്ലാതെ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാം.